നെസ്സിസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നോമ്പിൻ്റെ ഒരൊറ്റ ദിവസം മുമ്പത്തെ അതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാൻ വൈകിപ്പോയി, സോറി കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി പണിയുള്ളൊരു ദിവസമാണ്. കാറ്ററിംഗ് ഉണ്ട്. പിന്നെ ഉമ്മ ഇവിടെ 2 ദിവസം നിൽക്കാനായിട്ട് വന്നിട്ടുണ്ടേന്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ചായക്കൊക്കെ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടേന് കേട്ടോ. ഒരു 5 മണി 5:15 ആയ സമയത്ത് തന്നെ ഞാൻ എണീറ്റ് പിന്നെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് വന്നിക്കാണ്. വേഗം പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ലോണം നേരം വെളുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അകത്തുള്ള പണികളൊക്കെ വേഗം എടുക്കുകയാണ്. ഇപ്പോൾ പത്തിരിയും കറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ചായൻ്റെ കാര്യങ്ങൾ അവിടെ റെഡി ആവുമല്ലോ, പിന്നെ പേടിക്കാനില്ല. അപ്പോൾ ഞാൻ അതിനായിട്ട് പത്തിരിപ്പൊടി നമ്മൾ സാധാരണ നൈസ് പത്തിരിൻ്റെ പൊടി തന്നെയാണ് കേട്ടോ. അത് ആവശ്യത്തിനുള്ള പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പത്തിരി കുഴച്ച് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നൈസ് പത്തിരി പിന്നെ കുറേ സമയമാവുമല്ലോ ചുട്ട് തീരാൻ. ഇത് കട്ടിപ്പത്തിരി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. 2-3 എണ്ണോ 2 എണ്ണമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതി. നേരം വെളുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ട്, സാദാ ചോറുണ്ട്, പായസമുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഞാൻ വേഗം തന്നെ പത്തിരിൻ്റെ പണീൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഈ പായസത്തിനുള്ള ആദ്യം തന്നെ പായസത്തിൻ്റെ അട ഉണ്ടല്ലോ, റൈസ് അട, അതാണ് ആദ്യം തന്നെ വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാലിച്ചായക്കുള്ള കോഴിമുട്ട പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ഉമ്മയും കാക്കയൊന്നും ആരും നീറ്റ് വന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വേഗം എൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ തീർത്താൽ നമ്മൾ പിന്നെ പുറത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ, കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. അത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുമല്ല, ഒന്നാമത്തെ വേഗം വേണം സാധനങ്ങൾ. 12 മണിയാകുമ്പോഴേക്കും തന്നെ ബിരിയാണി വേണം, അതേപോലെ തന്നെ ചോറും പായസമൊക്കെ അതും വേണം. അപ്പോൾ അതാണ് ഇത്ര തിരക്കിട്ട് നേരത്തെ തന്നെ എണീറ്റ് ചെയ്യുന്നത്. പായസത്തിൻ്റെ റെസിപ്പി ഞാനിതാ 2 പ്രാവശ്യമായിട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്ത വലുതായിട്ട്. 2 ദിവസമായിട്ട് എനിക്കും കാക്കക്കൊക്കെ നല്ല പനി കഴിഞ്ഞിട്ടോ. അത് അങ്ങനെ കിടപ്പിലായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. 2 ദിവസം നോമ്പെടുക്കാനൊന്നും പറ്റിയിട്ടില്ല, ഗുളിയൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട്. പിന്നെ അല്ലെങ്കിലുള്ളതാ നോമ്പ് കാലമാകുമ്പോൾ ഒരു കഫക്കെട്ടും ജലദോഷവും പനിയൊക്കെ എല്ലാ കൊല്ലവും ഉണ്ടാവലുണ്ട്. അതേപോലെ തന്നെ ഈ കൊല്ലം വന്ന് പിന്നെ ഈ കാക്ക നീറ്റ് വന്നപ്പോൾ ഉള്ളി അരിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ അരിഞ്ഞു തരാറിനതിനെ കൊണ്ട് അപ്പോൾ കാക്ക പണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു തന്നതാണ്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ. പിന്നെ കട്ടിപ്പത്തിരി ചിലതേ പൊള്ളി വരുന്നുള്ളൂ കേട്ടോ. ചിലത് പൊള്ളിയത് മാത്രം ഞങ്ങൾക്ക് കാണിച്ചു തരാണ്. എല്ലാം ഒന്നും പൊള്ളി വന്നില്ല. ഒന്നാമത്തെ ഇതിൻ്റെ തിരക്ക്, നമ്മളെ മൈൻഡ് തിരക്കാവുമ്പോൾ നമ്മളെ കയ്യും നല്ല സ്പീഡിലാണല്ലോ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വല്ലാതെ എല്ലാം ഒന്നും പൊള്ളുന്നില്ല കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇവിടെ കാക്കും എനിക്കൊക്കെ ഇഷ്ടമാണ് ഈ കൈപ്പത്തിരി. പിന്നെ അതേപോലെ ഇമ്മക്ക് പുട്ട് ഇഷ്ടമല്ലാത്തതിനോടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ ഞാൻ പുട്ടാണ് ചുടുക. പിന്നെ എല്ലാവരും നീറ്റ് വന്നതിന് ശേഷം നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. നേരം ഇപ്പോൾ അത്യാവശ്യം നല്ല നേരം വെളുത്ത് വന്നതിന് ശേഷമാണ് ചോറിന് വെള്ളം വെക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യുന്നത്. ചോറ് ആണെന്ന് പറഞ്ഞ കാര്യം എളുപ്പപ്പണിയാണ്. പക്ഷേ അതിൻ്റെ വേവും പാകമൊക്കെ നോക്കി നല്ലോണം കത്തിക്കുകയൊക്കെ ചെയ്ത് ഒരു നല്ല വൃത്തിക്ക് ആവുകയും ചെയ്യണമല്ലോ, വെന്ത് പോവരുത്. അങ്ങനെ പലതുണ്ട്. വീടിൻ്റെ മുന്നിൽ നിങ്ങൾക്കൊക്കെ അറിയാൻ മതിയാവും, ഒരു അമ്മ ഇല്ലേനോ എനിക്ക് ഓരോന്ന് തരുന്ന ആ അമ്മൻ്റെ 16 കേട്ടോ, മരിച്ച 16. അപ്പോൾ അവിടെ അങ്ങനെ എന്തോ പരിപാടിയാണ് അവരുടെ. അപ്പോൾ അതിലേക്ക് ഒരു സാമ്പാറും പിന്നെ സ്രാവ് കറിയൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചോറും പായസമാണ് എന്നെ ഏൽപ്പിച്ചത്. പിന്നെ ഇന്ന് ലഗോൺ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ലഗോൺ ബിരിയാണിയാണ് ടേസ്റ്റ് ഉണ്ടാകുക. പക്ഷേ എനിക്കിഷ്ടം ഉണ്ടാക്കാൻ സാധാ നമ്മളെ ബിരിയാണിയില്ലേ, നമ്മളെ ബ്രോയിലറിൻ്റെ അതാണ് അധികം ഉണ്ടാക്കുക. ഇതാകുമ്പോൾ പണിമപ്പണിയാണ്. ഇത് ആദ്യം വേറെ വേവിക്കണമല്ലോ. പിന്നെ ഏറ്റവും വലിയ പണികളാണ് ഈ ചിക്കൻ നന്നാക്കൽ. ഈ ചിക്കൻ്റെ ഉള്ളിലത്തൊക്കെ എന്തോ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാകും. ഇത് നമ്മൾ കല്യാണ വീട്ടിലായാലും ഹോട്ടലിലായാലും അതൊന്നും അവർ ഒഴിവാക്കൂല കേട്ടോ. ഇതേപോലത്തെ സാധനങ്ങളൊന്നും കണ്ടോ. അതൊക്കെ നല്ല ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം പാത്രത്തിലേക്ക് പിന്നെയും ക്ലീൻ ചെയ്യാൻ. ഒരു 3-4 വട്ടം വേണമെങ്കിൽ കഴുകണം. അതുപോലെ ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ ചിറകോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ നോക്കുകയും വേണം. പിന്നെ അത് കഴുകി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേഗം അരി കഴുകാണ്, ചോറിലേക്ക് അരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും എല്ലാം വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഇളക്കുന്ന ചട്ട കണ്ടല്ലോ മരത്തിൻ്റെ, അത് എവിടുന്നാണ് വാങ്ങിയെന്ന് 2-3 ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അവസരം വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയിലാണ് കേട്ടോ. കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. കുറേ ആയി. എനിക്ക് നല്ല ഉപകാരമാണ്. ബിരിയാണിക്കൊക്കെ ഈ ഉള്ളി വാട്ടാനും ചോറ് ഇളക്കാനൊക്കെ ഇതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ചെറിയ കയ്യിലൊന്നും ഇത്ര വലിയ ചെമ്പിലേക്കൊന്നും പോകില്ലല്ലോ. അങ്ങനെ പിന്നെ ചോറ് അരിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി മൂടി വെച്ച് കത്തിച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലഗോൺ ആയതുകൊണ്ട് തന്നെ നല്ല വേവ് ഉണ്ടാവുമല്ലോ.
അപ്പോൾ അത് ഞാൻ 10 ലിറ്ററിന് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 കിലോ ബിരിയാണിയാണ്, 5 കിലോ ആണ് കേട്ടോ ബിരിയാണി. അപ്പോൾ അത് നല്ലോണം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിൻ്റെ ഇല, അങ്ങനത്തെ ഉപ്പ്, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലഗോണ് ഒരു 3-4 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നതിൻ്റെ ശേഷമാണ് ഞാൻ ബിരിയാണി വെക്കാനുള്ള അതിലേക്ക് ആക്കിയത്. പിന്നെ അതാ അപ്പോഴേക്കും ആ ഒരു എന്താണ് ലഗോണ് റെഡിയായി വരുമ്പോഴേക്കും നമ്മളെ പാല് ഓരോന്ന് കവറ് പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, പായസം വെക്കാനായിട്ട്. ഈ വോയിസ് ഇടുമ്പോഴും എൻ്റെ സൗണ്ട് ഒന്നും റെഡി ആയിട്ടുണ്ടാവില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. തീരെ വയ്യാണ്ടായിപ്പോയി, കഫക്കെട്ടും പനിയും ഒക്കെ കൂടിയായിട്ട്. അപ്പോൾ ആ സൗണ്ടോട് കൂടിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഗാലറിയിൽ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് വേറെ വീഡിയോ എടുക്കണമെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കണമല്ലോ. അതുമല്ല എന്നോ എടുത്തുവെച്ച വീഡിയോ ഇങ്ങനെ വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതാ അപ്പോഴേക്കും അപ്പുറത്തെ അടുപ്പ് 2 അടുപ്പ് കാക്കനാണ് കേട്ടോ തീ മൂട്ടി തന്നതൊക്കെ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ വേഗം മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാക്ക അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞാൽ ഞാൻ അരി ഊറ്റി തരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മയും എടുത്ത്, പാവം 2 ദിവസം നിൽക്കാൻ വന്ന ഉമ്മനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ച് എല്ലാവർക്കും പണി കൊടുത്തൊരു ദിവസമാണ് കേട്ടോ ഒന്ന്. ഇതൊക്കെ കുറേ സമയം നമുക്ക് കിട്ടുമെങ്കിൽ കുഴപ്പമില്ല. അത് കുറഞ്ഞ സമയമേ ഉള്ളൂ. 12-12:30 ഒക്കെ ആകുമ്പോൾ സാധനം കൊടുക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യണമല്ലോ. 2 അടുപ്പൊക്കെ മൂട്ടിയിട്ടാണ്. ഇപ്പോൾ ഈ അടുപ്പൊക്കെ ഇവിടെ അടുപ്പിൻ്റെ സൈഡിലത്തെ മതിലൊക്കെ പൊളിച്ചിട്ടോ. ഇതിനത് അമ്മ പറയാം, ഞാൻ അതാക്കി തരാം, അമ്മ ഉംറക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മ 10 ദിവസം കഴിഞ്ഞ് മദീനയിലേക്ക് നാളെ പോവുകയാണ് കേട്ടോ. അപ്പോൾ 6 ദിവസം മദീനയിലുണ്ടാവും. നല്ല റാഹത്തായിട്ട് ഉംറയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇട്ടിട്ടുണ്ടായിനി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ സമയം ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കി. അത് അരിപ്പായസം ആയതുകൊണ്ട് തന്നെ, അരിപ്പായസമല്ല അടപ്രഥമനായതുകൊണ്ട് കുറച്ച് സമയം അത് ഇളക്കി നല്ലോണം വറ്റിച്ചെടുക്കണമല്ലോ. അപ്പോൾ കുറേ അങ്ങനെ ഞാൻ അങ്ങോട്ട് നോക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഓരോ പണിയെടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ അമ്മ പറഞ്ഞാണ് ഞാൻ ചെയ്തു തരാറുണ്ട്. കയ്യിലുമ്മനും എന്നോട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചോറിനുള്ള ബിരിയാണിക്കുള്ള നെയ്ച്ചോറൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. നല്ല പണിയാണ്. പണി വരുമ്പോൾ ഇങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ പണിയായിട്ട് ഉണ്ടാവുകയില്ല, അങ്ങനെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഒഴിവാക്കാറില്ല കേട്ടോ, എത്ര തിരക്കുണ്ടെങ്കിലും. വല്ലപ്പോഴും കിട്ടുന്ന പണിയല്ലേ. ഇതാണ് വരുമ്പം അട്ടിക്കാണ് വരിക, ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്തൊക്കെ വരികയില്ല, അതാണ് സംഭവം. പിന്നെ ഈ പായസമൊക്കെ നല്ലോണം ഇളക്കി തരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ സാധാ അടുപ്പത്തും മറ്റേത് പുറത്തെ അടുപ്പത്താണ്. പിന്നെ ഉമ്മൻ്റെ കോഴിയും മക്കളെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഉമ്മ ഉംറ കഴിഞ്ഞ് വന്നാൽ ഉമ്മക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. എനിക്കത്ര കോഴിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുള്ള ആളല്ല. അപ്പോൾ തൽക്കാലം ഉമ്മൻ്റെ കോഴിക്കളൊന്ന് സംരക്ഷിക്കാമെന്ന് മാത്രം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നല്ലോണം പണിയുണ്ട് കേട്ടോ അവിടെ. ഞാൻ വന്ന് നോക്കുമ്പോൾ ഉമ്മ ഓതുകയാണ്. പിന്നെ ക്ലീൻ ചെയ്ത് അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ഉമ്മൻ്റെ കറി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ വരുമ്പോൾ ഒരു കോഴീനെ അറുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, കോഴി ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാടൻ കോഴീനെ. അപ്പോൾ അത് വെച്ചിട്ട് കറി വെച്ച് തരാറിട്ട് അങ്ങനെ വെച്ച് തരികയാണ്. ആദ്യം മല്ലി മുളക് കറിവേപ്പിൻ്റെലൊക്കെ കൂടി ഇട്ടിട്ട് അത് വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുക്കറിലേക്ക് ഉള്ളിയും പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ രീതിയിൽ കറി വെച്ചുതരാന്നുണ്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് മുളക്. ഉമ്മൻ്റെ കറി നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നാടൻ കോഴിയൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ളിയും തക്കാളി ഇട്ടില്ല, ഉള്ളിയൊക്കെ വാടിയതിൻ്റെ ശേഷം അതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കോഴീനെ അറുത്തിട്ട് ഞങ്ങൾ 3 ആക്കിക്കുകയാണ് കേട്ടോ. എൻ്റെ 2 ആങ്ങളമാർക്കും എനിക്കും അങ്ങനെ 3 ആക്കും കൂടി ഷെയർ ചെയ്തിട്ടാണ് ചിക്കൻ ഉമ്മ കൊണ്ടുവന്നത്. വലിയ കോഴിയാണ്. ഉമ്മ പറഞ്ഞ് 2 കിലോൻ്റെ അടുത്തൊക്കെ കോഴി ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് അത്രയും ഉണ്ടായിട്ടാണ് ഉമ്മ എനിക്ക് പൈതി കൊണ്ടു തന്നത്. പൈതി എന്നല്ല, 3 ഭാഗമാക്കി. വറുത്തച്ച മല്ലിയും മുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് അങ്ങനെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഉമ്മ എന്ത് കറി ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ സമയം എടുത്താണ് ഉമ്മ ചെയ്യുക. അതുമല്ല ഉമ്മ ഇപ്പോൾ കുറേ കാലമായിട്ട് അടുക്കളയിലെ പണിയൊന്നും അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ അധികം കോഴി പശു ആട് എന്ന് മാതിരി നടക്കുകയാണ് കേട്ടോ. പിന്നെ വറുത്ത തേങ്ങയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, മല്ലിപ്പൊടിയൊക്കെ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ആ തേങ്ങേൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടില്ല, അതിനോണ്ടാണ് ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആ വെന്ത ചിക്കനിലേക്കാണ് തക്കാളി മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനിയാണ് തേങ്ങയും പിന്നെ അരിയും എല്ലാം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി
മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും വേവിച്ചെടുക്കുക തന്നെയാണ്. പിന്നെ അതാ എൻ്റെ ഭാഗമായിട്ടാണ് ആ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാലോ ചിക്കൻ മസാലപ്പൊടി ഇല്ലാത്തൊരു കഥയില്ല എനിക്ക്. എല്ലാത്തിലും എനിക്ക് അത് ചേർക്കണം, ചിക്കനിൽ കേട്ടോ, അല്ലാത്തതിലല്ല. അപ്പോൾ അത് ഇട്ടാലൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതാ അത് വിസിൽ വരുത്തുകയാണ്. നല്ലോണം മൂപ്പുള്ള കോഴിയാണ് കേട്ടോ. 2 കിലോന് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത്യാവശ്യം നല്ല വയസ്സുള്ള കോഴിയേനി. അപ്പം അമ്മ പോണേ മുന്നേ തന്നെ അത് ഈ കോഴിപ്പീടിയെ കൊണ്ടുപോയി അർപ്പിച്ചിട്ട് ഫിറോസിനും കെബിക്കും എനിക്കും, എൻ്റെ 2 അനിയന്മാർക്കും എനിക്കും കൂടി ഞങ്ങൾ ഷെയർ ചെയ്തതാണത്. പിന്നെ അത് വെന്തോ നോക്കിയിട്ട് വേവാത്തോണ്ട് വീണ്ടും ഒരു വിസിലും കൂടി വരുത്തിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മൂടിയൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം അമ്മ പറയും വേറൊരു സ്റ്റൈലിൽ കറി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വെച്ചത്. എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കയ്യിന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമെന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ അതാ തേങ്ങ ഒക്കെ അരച്ചതിന് ശേഷം അരച്ച് ചേർത്തതിന് ശേഷം അതാ കുറച്ച് മല്ലിയില കൂടി ലാസ്റ്റ് ചേർത്തിട്ട് തീ ഓഫാക്കിയിട്ടുണ്ട്. ഈ ഒരു കറി പുട്ടിലേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം വെച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ അമ്മ പോയി. അമ്മ പോണതിന് മുന്നേ രാത്രി നമുക്ക് ഉമ്രക്ക് പോകാനാകുമ്പോഴത്തേക്ക് അവായിച്ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ഞങ്ങളൊരു കടയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അതാ 2 അവായിച്ചെരുപ്പ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു ചെരുപ്പ് ഞങ്ങൾ കാണിച്ചു തന്നില്ലേനോ. അപ്പം അമ്മ പറയുന്നത് ഇവിടെ ഭയങ്കര വിലയാണ്, ഇത്ര വില ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം അമ്മക്ക് പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളും വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങാൻ പോയി. ഇവിടെ സത്യത്തിൽ ഭയങ്കര വിലയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ആ തൊട്ടടുത്തുള്ള കടയിലൊന്നും ഇത്ര വില ഇല്ല. ഭയങ്കര വില വെച്ചാൽ ഭയങ്കര വില, അറവ് എന്നൊക്കെ പറയില്ല അങ്ങനെ. പിന്നെ അമ്മ സാധാരണ ചോറും കറീനോടൊന്നും അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഉംറ ചെയ്യുന്നിടത്ത് നോമ്പും ഒക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഹെൽത്തിന് നല്ലതായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ അതായത് ഉമ്മ പോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് മധുരക്കിഴങ്ങൊക്കെ ഇഷ്ടാവും വിചാരിച്ചിട്ട് ഞാൻ മധുരക്കിഴങ്ങൊക്കെ വാങ്ങിയിട്ടുണ്ടേനി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ കേട്ടോ. കോഴിമുട്ട പുഴുങ്ങിയതുകൊണ്ട് ഞാനൊന്നും ഉമ്മ കഴിച്ചിട്ടില്ല. ഉമ്മ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അന്ന് ഞാൻ പുട്ടാണ് കേട്ടോ ചുട്ടത്. ഞാൻ അമ്മനോട് പറഞ്ഞ് അജ്മി പുട്ട് ഇഷ്ടം, അമ്മ പറഞ്ഞ അജ്മി പുട്ട് ഇഷ്ടമാണെന്നാണ്. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞ് ഇത് അജ്മിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുട്ടാണ് കേട്ടോ. എൻ്റെ അരിപ്പൊടി ഇല്ലേ. അപ്പം അമ്മ അജ്മി പുട്ട് ഇങ്ങനെ അല്ലല്ലോ, വേറൊരു ടൈപ്പാണല്ലോ എന്നൊക്കെ പറയും. അമ്മനെ അന്ന് പറ്റിച്ചതാണ് അജ്മി പുട്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ നാത്തൂൻ്റെ മരുമോളെ വയറ് കാണാൻ പോകാനുണ്ടേനി. അപ്പം അതിനതാ ഉന്നക്കായാണ്. പിന്നെ എൻ്റെ പുട്ടുകുടം കണ്ടില്ല, നല്ല അടിപൊളിയായില്ലേ, കരിഞ്ഞു പോണതാണ് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി തിരിച്ച് വരുമ്പോഴേ വെള്ളം വറ്റി ആകെ നാശമാവും. പിന്നെ ഉന്നക്കായ അവർക്ക് കൊണ്ട് കൊടുക്കാനുള്ളതാണ്. ഓരോരുത്തരും ഓരോ ടൈപ്പാണ് കേട്ടോ വാങ്ങിയത്. ഉണ്ടാക്കിയത് ഇളച്ച് നാത്തൂനും എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. പിന്നെ അത് ഉമ്മ കൊണ്ടുവന്ന കർമൂസ ഇതൊന്നും ആക്കൂല എന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നെ അരിഞ്ഞിട്ട് തരികയാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അരിഞ്ഞ് നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി ഉപ്പൊക്കെ ഇട്ട് പിന്നെ അത് കുപ്പിയിലാക്കി സുർക്കൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി തരികയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അച്ചാറിട്ടാൽ മാത്രം മതിയെന്ന്. അമ്മ പോയിട്ട് 10 ദിവസമായി, ഇതുവരെ അച്ചേക്ക് ഫ്രിഡ്ജ് കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു കുപ്പിയോടെ ഞാനൊന്നും ചെയ്തില്ല. പിന്നെ നോമ്പ് വന്നില്ല. നോമ്പായാൽ പിന്നെ ഇങ്ങനത്തെ പണികൾക്കൊക്കെ നമുക്കൊരു മടിയാണല്ലോ. അപ്പോൾ സാധാരണ വീട്ടിൽ അടിച്ചുതരിക, തുടയ്ക്കുക, അങ്ങനത്തെ ചില്ലറ കാര്യങ്ങളൊക്കെ അല്ലാതെ വേറൊരു പണി എടുക്കാറില്ല കേട്ടോ. മെയിനായിട്ട് വലിയ പണിയൊന്നും എടുക്കാറില്ല. പിന്നെ അതൊക്കെ തലേന്നത്തെ പാത്രങ്ങൾ കഴുകിയതാണ്. നല്ല പണിയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലേക്ക് അത്യാവശ്യം നല്ല പണി ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകണം, ഉമ്മയും പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ വയറ് കാണാൻ പോകാണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നേരം ഉമ്മേൻ്റെയും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാക്കനോട് പറഞ്ഞതാണ്. കുറേയൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ പല ഐഡിയ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ. ഇമ്മക്ക് പിന്നെ യാത്ര പറയാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പം ഉമ്മനെ കാക്ക ബസ് കയറ്റി കൊടുത്ത് ഞാനും നാത്തൂനും എല്ലാവരും കൂടി വേറെ സ്ഥലത്തേക്കും പോയി. പിന്നെ ഞങ്ങൾ പലഹാരങ്ങൾ ഓരോരുത്തർ വാങ്ങിക്കണമെങ്കിൽ പിന്നെ കുറച്ച് സാധനം പോലെ തോന്നുക. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. ഫ്രൂട്ട്സും വാങ്ങി. പിന്നെ ഈ ഒരു കട കണ്ടപ്പോൾ പണ്ട് കാലത്തെ കട പോലെ തോന്നിയിട്ടത് കരുവന്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോഴേക്കും നാത്തൂനും മരുമോളും വേറെ വന്നിക്കണം. ഞങ്ങളെല്ലാവരും കൂടി പിന്നെ നാത്തൂൻ്റെ മരുമോളെ വീട്ടിലേക്ക് പോയിക്കാണ്. വൈകുന്നേരമാണ് കേട്ടോ പോയത്. വൈകുന്നേരം ആണെങ്കിലും വരുതാ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ടൗണുകാർ പിന്നെ നമ്മുടെ കോഴിക്കോട്ടുകാർ ഫുഡിന് പിന്നെ മോശമൊന്നും വരുത്തൂല കേട്ടോ. പിന്നെ എൻ്റെ നാത്തൂൻ്റെ അല്ല മൂത്തച്ഛൻ്റെ മോളാണത്. എൻ്റെ തുടക്കകാലം മുതൽ ഈ കാലം വരെ വിടാതെ എൻ്റെ വീഡിയോ കാണുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചെറിയ നാത്തു, ഇതാണ് വയറ്റിലുള്ള കുട്ടി. അവളെ കാണാനാണ് ഞങ്ങൾ. ഇതാണ് കാക്കൻ്റെ 2ാമത്തെ നാത്തൂന്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ
ചെറിയ പ്ലാവുമ്മൽ ചക്ക കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകമായി. അതൊക്കെ കണ്ട് പിന്നെ അതാ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നോമ്പ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത് തന്നെ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.